സുവിശേഷം മുഴുവൻ വായിക്കുമ്പോൾ ഇവർ തമ്മിലുള്ളൊരു സംഭാഷണം അധികം നമ്മൾ കാണുന്നില്ല. കുറച്ചങ്ങോട്ട് വായിച്ചു വരുമ്പോൾ നമ്മൾ കാണുന്നുണ്ട്, ഒരു പാപിനി എന്ന് വിശേഷിപ്പിക്കപ്പെട്ട ഒരു സ്ത്രീ വന്ന് ഇവന്റെ കാല് കണ്ണുനീര് കൊണ്ട് കഴുകുന്നു, തൈലം ഒഴിക്കുന്നു, മുടി കൊണ്ട് തൂർത്തുന്നു, ഇതെല്ലാം നമ്മൾ കാണുന്നുണ്ട്. യേശു ആ വീട്ടിൽ ചെന്നിട്ട് ഒന്നും ചെയ്തില്ല. കർത്താവ് നിന്നെ സ്നേഹിക്കുന്നു എന്ന് കുഷ്ഠരോഗിയോട് പറഞ്ഞില്ല, നീ വിഷമിക്കേണ്ട നിന്റെ കൂടെ ഞാനുണ്ടെന്ന് പറഞ്ഞില്ല, നിന്റെ രോഗമൊക്കെ മാറുമെന്ന് പറഞ്ഞില്ല, ഒന്നും പറഞ്ഞില്ല. യേശു ആകെ ചെയ്തത്, യേശു അവിടെ പോയിട്ട് ഇവൻ കൊടുത്ത ആഹാരമൊക്കെ കഴിച്ച് ഇവനോട് കുശലമൊക്കെ ചോദിച്ചു കാണും, സ്നേഹ സംഭാഷണമൊക്കെ നടത്തി കാണും. അതിനുശേഷം യേശു ഇങ്ങനെ പോരുക ചെയ്തു. നമുക്ക് ഇന്ന് പഠിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട പാഠം യേശു അതിന് തരുന്നുണ്ട്. എന്താ അറിയാമോ? നിശ്ചയമായിട്ട് യേശു അവനോട് സുവിശേഷം പറഞ്ഞിട്ടുണ്ട്. ഒരു മനുഷ്യനും പഠിപ്പിക്കാത്തവന്റെ അറയ്ക്കുന്നവന്റെ കയ്യിൽ നിന്ന് ആഹാരം വാങ്ങി കഴിച്ചപ്പോൾ നിശ്ചയമായിട്ടും യേശു ഒരു സുവിശേഷം അവനോട് പറയാതെ പറഞ്ഞിട്ടുണ്ട്. ദൈവം നിന്നെ